ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലം ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ ബീഫ് ബിരിയാണിയാണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ ഈ ഒരു ബിരിയാണിക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് കല്യാണ വീട്ടിലൊക്കെ പോയാൽ കിട്ടുമല്ലോ, ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ബിരിയാണി അല്ലേ കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഏതാണ്ട് ഒരു 90-95% നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ തന്നെ പേഴ്സണലി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ബിരിയാണി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 2 ബൗളിന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിലുള്ളത് നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മീഡിയം സൈസ് സവാളയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബൗളിലുള്ളത് കുറച്ച് 2 വലുപ്പമുള്ള സവാള, അതും നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് എപ്പോഴും സവാള കട്ട് ചെയ്യുമ്പോൾ നല്ല നേരിയതായിട്ട് തന്നെ കട്ട് ചെയ്യട്ടെ, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഫസ്റ്റത്തെ ബൗളിലുള്ള സവാള നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യലായിട്ട് വെക്കുന്ന ബിരിയാണിയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 നല്ല പഴുത്ത തക്കാളിയാണ്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ബിരിയാണിയിലൊക്കെ കറിവേപ്പില ഇടാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടമില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ കുറച്ച് പുതിനയില എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. അപ്പോൾ പുതിനയില എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മല്ലിയിലയിലും കുറച്ച് കുറവായിട്ടാണ് എടുക്കാവും. അപ്പം മല്ലിയില 1 കപ്പ് എടുക്കുന്നുണ്ട്, പുതിനയില ഒരു 1/4 കപ്പൊക്കെ മതി, ഓവറാവാൻ പാടില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ഇത്ര വലുപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 8-10 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 10-12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടാണ് മിക്സിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ബിരിയാണിക്ക് നമ്മൾ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാൻ പാടില്ല, കുറച്ചൊരു ചതച്ച ടൈപ്പായിട്ടാണ് എടുക്കേണ്ടത്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് മസാലയ്ക്ക് വേണ്ടുന്ന ഐറ്റംസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ ടൈമിൽ ഓരോന്ന് ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോഗ്രാം അളവിൽ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബീഫ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ബിരിയാണി പെർഫെക്റ്റ് ആവേണ്ടെങ്കിൽ എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, എങ്കിലേ ബിരിയാണി നല്ല രുചിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ ബീഫ് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒത്തിരി വലുതാക്കിയില്ല, ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1.5 ടേബിൾ സ്പൂൺ ഈ ഒരു സമയത്ത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബീഫ് വേവുന്ന സമയത്ത് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുക്കുക. അതിൻ്റെ നേരെ ഡബിളായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിയിലയിൽ നിന്ന് മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കണ്ട, കാരണം നമുക്ക് മസാല റെഡിയാക്കുന്ന സമയത്ത് വീണ്ടും ആവശ്യമുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് കുറേ കമൻറ്റ്സ് വരാറുണ്ട്, ഓരോ നാട്ടിൽ ബീഫ് ബോൺലെസ് മാത്രമേ കിട്ടുള്ളൂ, എല്ലും നെയ്യൊന്നും ഉള്ള നല്ല നല്ല കഷ്ണങ്ങൾ കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറച്ചിച്ചോറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട സമയത്ത്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് വെച്ച് ചെയ്യുക കേട്ടോ. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഡബിൾ ആണെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബീഫിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ബിരിയാണി മസാലയുടെ ബീഫ് ാണ് വേവിച്ചെടുക്കേണ്ടത്. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ടെൻഷൻ ഉണ്ടാവുമല്ലോ, അടിക്ക് പിടിക്കുമോ എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് വേവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ എനിക്കിവിടെ കിട്ടുന്ന ബീഫ് പെട്ടെന്ന് വേവാറുണ്ട്, 4 വിസിലേ വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വേവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാറ്റം വരുത്തണേ. അപ്പോൾ ഈ ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്യാൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഈ ഒരു ഓയിലിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് നമുക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റാണല്ലോ നെയ്യ്, ഡാൽഡ, ഇതൊക്കെ. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല മണവും ടേസ്റ്റ് രുചിയൊക്കെ ഉള്ള നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി മിക്സായി ചെയ്യുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ ബിരിയാണി ആ ഒരു സവാളയ്ക്കൊക്കെ നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ചിലവർക്ക് നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് നെയ്യിൻ്റെ അളവൊന്നും പറയുന്നില്ല.
അടുത്തത് എണ്ണ ചൂടായതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നേരത്തെ 2 ബൗളിലായിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചല്ലോ, അതിൽ നിന്ന് 1 ബൗൾ സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്, അവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് കുറച്ച് വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആദ്യം തന്നെ ഇടയ്ക്കിടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കളർ മാറി വരുന്ന സമയം പിന്നെ കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ, എങ്കിലേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ, കാരണം ഓവർ കറുപ്പിക്കാൻ നിൽക്കണ്ട. ഇനി ഇതിപ്പോൾ നമ്മൾ കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായിട്ട് കളർ മാറും. അപ്പോൾ ഈ ഒരു രീതിക്ക് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ മുഴുവനായിട്ട് കോരിയെടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കണം, എങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ കണ്ടില്ലേ, കളർ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്ന കണ്ടില്ലേ. ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഒരു കാഷ്യൂ അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് വെച്ചാൽ നല്ലതാണ്, നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നീട് സെപ്പറേറ്റ് വീണ്ടും വറുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, സെയിം എണ്ണയിൽ തന്നെ വറുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ കാഷ്യൂ ഈ ഒരു കളറാകുമ്പോൾ ഞാൻ കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി, ഒരുപാട് വേണ്ട, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എത്രയാണ് കഴിക്കാൻ താല്പര്യം അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അതും ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് എടുക്കാം. മുന്തിരി ഇട്ടതിന് ഒരുപാട് സമയം വെക്കരുത്, പെട്ടെന്ന് തന്നെ കോരി എടുക്കണേ വീർത്ത് വരുന്ന സമയത്ത്, കാരണം നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിരിയാണി മസാല റെഡിയാക്കുന്ന സമയത്ത് എപ്പോഴും കുറച്ച് വലുപ്പമുള്ള പാൻ വെക്കണേ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ദമ്മും കൂടി ഈ ഒരു മസാല ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് പാൻ ചൂടായതിന് ശേഷം നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയിൽ നിന്ന് ഏതാണ്ട് ഒരു പകുതിയോളം ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി അവിടെ വെക്കുക കേട്ടോ, നമ്മൾ ബിരിയാണി റെഡിയാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാം. വേറെ സെപ്പറേറ്റ് എണ്ണ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ ചൂടോട് കൂടി തന്നെയാണല്ലോ ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം, സവാള ഫ്രൈ ചെയ്തിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷമാണെങ്കിൽ പിന്നെ എടുക്കരുത് കേട്ടോ, ചൂടോടെ ചെയ്യുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ രണ്ടാമത്തെ ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, ഒരുപാട് വേണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം നമ്മൾ ഓൾറെഡി ബീഫിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് സവാള നല്ലപോലെ സോഫ്റ്റായി ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള എത്രത്തോളം വഴറ്റിയെടുക്കുന്നോ അത്രയ്ക്ക് നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണേ. അടുത്തത് നമ്മൾ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചിട്ടില്ല, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൽ നിന്ന് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മാത്രമാണ് ബീഫ് വേവിക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവനായിട്ട് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് മീഡിയത്തിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് സോഫ്റ്റായി വഴന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ തക്കാളി കണ്ടില്ല, നല്ലപോലെ സോഫ്റ്റായി വഴന്ന് വന്നിട്ടുണ്ട്. അഥവാ ഉടയാതെ ഭാഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ച് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും വേണം മസാല വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത്, നമ്മൾ നേരത്തെ ബീഫിൽ വേവിക്കുന്ന സമയത്ത് ഇട്ടിട്ട് ബാക്കി വെച്ചിട്ടുള്ള മല്ലിയില, കറിവേപ്പില, പുതിനയിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് ഇനി ബാലൻസ് വെക്കണമെന്നില്ല. പിന്നെ കുറച്ച് ദം ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയെങ്കിൽ അവിടെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക, കാരണം ഭയങ്കര ടേസ്റ്റാണ് അത് ചേർക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന പുളി നോക്കിയിട്ട് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾ പുളിപ്പ് നോക്കുക കേട്ടോ, കാരണം ചില തൈരിൽ ഓവർ പുളി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ തൈര് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക എത്ര വേണമെന്ന്, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, ആ സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം അവിടെ വെച്ചിട്ട് ബാക്കി മുഴുവനായിട്ട് ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ 1/4 ഭാഗം നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത്രയും ആയതിനു ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുക, ഒട്ടും കളയാൻ പാടില്ല. ഇതിൻ്റെ വെള്ളത്തിലാണ് ആ ഒരു ടേസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചില ബീഫിൽ ഓവർ വെള്ളം ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ വെള്ളം ബീഫ് വറ്റിച്ചെടുത്തിട്ട് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഓവർ മസാല വെള്ളം കയറിപ്പോവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് കൊടുക്കണേ. അടുത്തത് നമുക്ക് 1 ടീസ്പൂൺ ബീഫ് മസാലപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടിയുടെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, വേണ്ടവർ കണ്ടു നോക്കണേ. അതുപോലെ തന്നെ ബീഫ് മസാലപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക. പൊതുവേ ഞാൻ എൻ്റെ ബിരിയാണി റെസിപ്പിയിൽ ബീഫ് മസാലപ്പൊടി ഇടാറുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇടുന്ന സമയത്ത്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പകരം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പച്ചമുളകിന് ഒരു 1-2 ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തൈര്, പുളിപ്പ്, അതുപോലെ തന്നെ പൊടികൾ എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിനി ഇടാൻ പറ്റില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് റൈസ് വെക്കാൻ പോവാണ് കേട്ടോ, ഇത് അടച്ചു വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യേയില്ല, ഞാൻ റൈസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉടനെ ദം ചെയ്യാണ് ചെയ്യുക. അഥവാ നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടിക്ക് അങ്ങനെയും ചെയ്യുക കേട്ടോ, പക്ഷെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഡബിൾ ടേസ്റ്റാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ മസാല നല്ല ചൂടായി കിടക്കുന്ന സമയത്ത് തന്നെ റൈസും വെച്ചിട്ട് കല്യാണ വീട്ടിൽ നിന്നൊക്കെ നിങ്ങൾ കാണുമല്ലോ, അപ്പോഴും തന്നെ ആ ഒരു അടുപ്പ് തന്നെ ദം ചെയ്തിടല്ലേ ചെയ്യുക, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിനായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ്, അതായത് 600 ഗ്രാം അളവിൽ അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തലശ്ശേരി, കണ്ണൂർ ദം ബിരിയാണിയൊക്കെ പൊതുവേ ഈ ഒരു അരി വെച്ചിട്ടേ ചെയ്യാറുള്ളൂ, ഇത് അല്ലെങ്കിൽ കൈമ റൈസ് വെച്ചിട്ടേ ചെയ്യാറുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു അരി വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ, ഈ അരിനെ കുറിച്ചിട്ട് അറിയാത്തവരാണെങ്കിൽ ബസ്മതി അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ നല്ലപോലെ കഴുകിയതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ വെള്ളം വരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു പാന് ഞാൻ റൈസ് റെഡിയാക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് ബിരിയാണിയിലേക്ക് എണ്ണ കുറവായിട്ടാണ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് എത്രയാണോ എണ്ണ നിങ്ങൾക്ക് വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ ചേർക്കുന്നില്ല, ഞാനിനി നെയ്യ് ചേർക്കുന്നത് ലാസ്റ്റ് ദം ചെയ്യുമ്പോൾ കുറച്ച് അധികമായിട്ടാണ് ചേർക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇതിലാ ചേർക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. അടുത്തത് ഈ ഒരു എണ്ണയിലേക്ക് ഞാനൊരു സവാളയുടെ ചെറിയ പീസ് അളവിൽ ഇതുപോലെ നേരതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും കളറ് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കുഞ്ഞു 1-2 പീസ് അളവിൽ പട്ടയും, ഒരു 2 പീസ് അളവിൽ ബേ ലീഫും, പിന്നെ ഒരു 5-6 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 2-3 ഏലക്കായ, അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഞാൻ ചെറുതായതുകൊണ്ടാണ് ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം, പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 3 കപ്പ് അരി എടുത്തത് കൊണ്ട് 6 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പിന് 2 കപ്പ് അളവ് എന്നുള്ള കണക്കിനാണ് ഞാൻ പൊതുവെ വെള്ളം ചേർക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ ഒരു പൊടിക്ക് കുറച്ച് മുന്നിൽ നിൽക്കണേ, എങ്കിലേ റൈസ് വേവുന്ന സമയത്ത് ബാലൻസ് ചെയ്യുള്ളൂ. പിന്നെ ചില അരിക്ക് വെള്ളത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന അരിയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. പിന്നെ ഒരു ചെറിയ പീസ് അളവിൽ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ പുളി നോക്കുക എത്ര വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി നല്ലപോലെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ മസാല അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കുമല്ലോ. ഇതായിപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇടാൻ പറ്റില്ല. ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഇതാ നമ്മുടെ റൈസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓവർ വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അരി വെന്ത് കിട്ടില്ല. ഇനിയും വേവാനുണ്ടല്ലോ. ഇതൊരിപ്പോൾ കാൽഭാഗത്തോളം വെന്തിട്ടുള്ളൂ. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും കുറച്ചൊരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടല്ലോ ഇതിൽ. ഇനി നമുക്കിത് നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് മുകളിൽ എപ്പോഴും ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. അരി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് എങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് റൈസ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് മുകൾ ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണേ. ഞാനത് വീഡിയോയിൽ കാണിക്കാതെ വീഡിയോ ഒരുപാട് ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ല, തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും അടിക്കൊന്നും പിടിച്ചിട്ടുമില്ല. വെള്ളത്തിൻ്റെ അളവൊക്കെ നല്ല പാകമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ല, നമ്മുടെ നേരത്തെ ബീഫ് മസാല ഉണ്ടല്ലോ, ഒട്ടും അടിക്കൊന്നും പിടിച്ചില്ല. ഞാൻ ഇത്ര സമയം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് തന്നെ ഉണ്ടായിരുന്നത് ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഞാൻ വീണ്ടും എടുത്ത് പറയണം, നിങ്ങൾക്ക് നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടെങ്കിൽ ചെയ്യുക കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡബിൾ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ, അതിൻ്റെ നേരെ പകുതി ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചോറിൽ കട്ട പോലെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ എല്ലാം ഒന്ന് ഉടച്ചിട്ട് നല്ല ലെവലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. എങ്കിലേ നല്ലപോലെ ദമ്മായി കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പകുതി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെയ്യ് ഞാൻ ദം ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന്. കാരണം നമ്മൾ വെക്കുന്ന സമയത്ത് കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് അധികം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എത്രയാണ് താല്പര്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നെയ്യ് എന്തായാലും ദം ചെയ്യുന്ന സമയത്ത് കുറച്ചെങ്കിലും ചേർക്കണം കേട്ടോ, എങ്കിലേ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബിരിയാണിയിൽ എപ്പോഴും നല്ല നെയ്യ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് പാലിൽ ഞാൻ മഞ്ഞൾപ്പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു യെല്ലോ കളർ വരുമല്ലോ അവിടെ ഇവിടെയായിട്ട്, അതിന് വേണ്ടിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ കാഷ്യൂ, മുന്തിരി, അതുപോലെ തന്നെ സവാളയൊക്കെ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ബാലൻസ് ആയിട്ടൊന്നും വെക്കണ്ട. പിന്നെ പുതിനയില ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ദം ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂണൊക്കെ വേണ്ടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് അയക്കാൻ ഭയങ്കര ഫ്ലേവർ മാറിപ്പോവും. അപ്പോൾ ഞാൻ പൊതുവേ ഇടാറില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചോറ് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. പാലിലല്ലെങ്കിൽ ചെറുനാരങ്ങ നീരിൽ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലൊക്കെ കലക്കട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ പാലിലാണ് പൊതുവെ ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തല്ലോ സവാളയും കാഷ്യൂ മുന്തിരിയൊക്കെ വറുത്ത് വെച്ചാൽ അത് എല്ലാം ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ദമ്മെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടപ്പിന് ഹോൾസ് ഉള്ള അടപ്പാണെങ്കിൽ ഇതുപോലെ ചെറിയ പീസ് ഫോയിൽ പേപ്പറൊക്കെ ചുറ്റിയിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഒട്ടും ആവി പുറത്തു പോകാൻ പാടില്ല. പിന്നെ വെയിറ്റ് കുറവുള്ള അടപ്പാണെങ്കിൽ ഉൾഭാഗത്ത് ഫോയിൽ വെച്ചിട്ട് ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സൈഡിൽ മൈദ വെച്ചിട്ട് മൈദയോ ഗോതമ്പൊടിയോ എന്തെങ്കിലും മാവ് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എൻ്റെ ഇതിപ്പോൾ നല്ല വെയിറ്റുള്ള അടപ്പായതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് അടപ്പ് തുറക്കാതെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ദമ്മായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ദം ചെയ്തിട്ട് ഒഴിവാക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരു പഴയ പാനോ എന്തെങ്കിലും തവയോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ഈ ഒരു പാൻ്റെ അടിയിൽ വെച്ച് കൊടുത്തതിന് അടിക്കൊന്നും പിടിക്കാതെ ടെൻഷൻ ഒഴിവാക്കുക കേട്ടോ. ഏതാണ്ട് ഇപ്പോൾ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ദം പൊട്ടിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ റൈസ് വെച്ചിട്ടുള്ള ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ ദം പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് കഴിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ റൈസ് സെപ്പറേറ്റും മസാല സെപ്പറേറ്റും ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് മുഴുവൻ റൈസ് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ മാറ്റുമ്പോൾ അടിയിൽ നിന്ന് വരുന്ന മസാലയുടെ മുകളിൽ കിടക്കുന്ന റൈസ് ഉണ്ടല്ലോ, കുറച്ച് ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ മാറ്റിയെടുക്കണം. എങ്കിലേ നമ്മുടെ മിക്സിങ് ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ചൊരു കണ്ടില്ല മസാലയുടെ കളറ് വരുന്ന ആ ഒരു ഭാഗം അടക്കം മാറ്റി കൊടുക്കുക, എങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ റൈസ് മാറ്റി കൊടുത്തതിന് ശേഷം മുഴുവൻ അടിയിനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, വെള്ളമൊക്കെ പാകമാണ്. അതുപോലെ തന്നെ മസാലയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുറച്ച് റൈസ് മസാലയിൽ കിടക്കണം കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രേയിലേക്ക് ഞാൻ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിനും കൂടി നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണേ. കാരണം വെറുതെ പറയില്ല, ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കല്ല. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്